നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട്. അതായത് ഷിംല എന്ന പ്രദേശത്ത് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് സമീപം ഒരു കടയുണ്ട്. ഈ കട നടത്തുന്നത് മുസ്ലിം മതവിശ്വാസിയായ ഒരാളാണ്. ഈ ക്ഷേത്രത്തിൽ ചില ഭക്തജനങ്ങൾ തൊഴുന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ കടയിലെത്തി ലഘുഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാൾ ആ ലഘുഭക്ഷണത്തിൽ തുപ്പിയിട്ടാണ് ഇവർക്ക് നൽകിയത് എന്ന പരാതിയാണ് ഉയരുന്നത്. ഇത്തരത്തിൽ ഭക്ഷണത്തിൽ ഉസ്താദുമാരും വലിയ മൊല്ലാക്കമാരും ഒക്കെ തുപ്പുന്നതും ബിരിയാണിയിലടക്കം തുപ്പുന്നതും തുപ്പി അനുഗ്രഹിക്കുന്നതുമൊക്കെ നമ്മൾ പല വീഡിയോകളായി കണ്ടിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ഫേക്കാണ്, ചിലതൊക്കെ സത്യവുമാണ്. ഇത്തരത്തിൽ തുപ്പി അതിനെ വൃത്തികേടാക്കിയ ശേഷം ഈ ഭക്തജനങ്ങൾക്ക് നൽകുന്നു. അത് ചോദ്യം ചെയ്തപ്പോൾ ഇരവാദം മുഴക്കുന്നു. ഇതെന്ത് ന്യായമാണ്? ഇതൊരു ഇരവാദം എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അയ്യോ എന്നെ തല്ലി കൊല്ലുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ബഹളം കൂട്ടും. കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരം, ശുദ്ധ തെണ്ടിത്തരം, മത തീവ്രവാദം, വർഗീയത, വൃത്തികെട്ട ഇടപാടുകൾ, തോന്നിയാസം. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമ്പോൾ അയ്യോ എന്നെ തല്ലുന്നേ, എന്നെ കൊല്ലുന്നേ, അല്ലെങ്കിൽ എന്നെ ഇരയാക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ലോകം മുഴുവൻ അങ്ങനെയാണ്. ഹമാസും അങ്ങനെയായിരുന്നു. ഹമാസ് അങ്ങോട്ട് കയറി ഇസ്രായേലിനെ ആക്രമിച്ചു, ആയിരക്കണക്കിന് ആളുകളെ കൊന്നു. അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ, ഞങ്ങളുടെ രാജ്യം തകർക്കുന്നേ, ഞങ്ങളുടെ ആശുപത്രി ബോംബിടുന്നേ, ഞങ്ങളുടെ സ്കൂളുകൾ ബോംബിടുന്നേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നേ, ഇങ്ങനെ പറഞ്ഞ് ഇരവാദം മുഴക്കുന്നു. ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണ്. അതെ, ഇരവാദം മുഴക്കിക്കൊണ്ട് ഒരു ക്ഷേത്രത്തിന് സമീപമാണ് എന്ന് ആലോചിക്കണം. ഈ ക്ഷേത്രത്തിന് സമീപം ഇയാൾക്ക് ഈ കച്ചവടം നടത്താൻ അനുവാദം കിട്ടിയത് തന്നെ, അല്ലെങ്കിൽ അതിന് ഇയാൾക്ക് പറ്റിയത് തന്നെ അവിടെ ആ ക്ഷേത്ര ഭാരവാഹികളുടെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും അവിടുത്തെ ഭക്തജനങ്ങളുടെയും മഹാമനസ്കത കൊണ്ടും സഹിഷ്ണുത കൊണ്ടുമാണ്. തീർച്ചയായിട്ടും ക്ഷേത്രത്തിന് സമീപം ഒരു മുസൽമാനായ വ്യക്തി ഒരു കച്ചവടം നടത്തുന്നത് അതൊരു മതേതര വിഷയമായി കണ്ടുകൊണ്ട് നല്ല ഭക്ഷണം അയാൾ കൊടുക്കും എന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇയാൾ അവിടെ കച്ചവടം നടത്തുന്നത്. അതിന് ഇയാൾക്ക് അനുവാദം നൽകിയത്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇയാൾ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ തുപ്പിക്കൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനു മുൻപും ഇയാൾ പല ഭക്തജനങ്ങൾക്കും അവിടെ വരുന്ന ആളുകൾക്കും ഒക്കെ ഭക്ഷണത്തിൽ തുപ്പിയിട്ട് ഈ ഭക്ഷണം കൊടുക്കുന്ന അവസ്ഥയുണ്ടായി എന്ന് ആ പ്രദേശവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് ഒരു സംസ്കാരത്തെ അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ തന്നെ അപമാനിക്കുന്ന, മനുഷ്യന്റെ സമൂഹത്തെ തന്നെ അടിസ്ഥാനപരമായ മനുഷ്യന്റെ ശുചിത്വ സമ്പ്രദായങ്ങളെ തന്നെ അപമാനിക്കുന്ന ഒരു പരിപാടിയാണ് എന്നത് വ്യക്തമായ ഒരു കാര്യമാണ്. അതിനാണ് ഈ ഇരവാദം മുഴക്കിക്കൊണ്ട് യാതൊരു നാണവുമില്ലാതെ വീണ്ടും വീണ്ടും തുപ്പിക്കൊണ്ട് ഈ ഒരു ഭക്ഷണം കൊടുക്കുന്നത്. ഇതൊക്കെ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടതാണ്. ശക്തമായ നിയമ സംവിധാനത്തിന് മുന്നിൽ ഈ ഒരു പ്രവൃത്തി കൊണ്ടുവരേണ്ടതാണ്. ഇയാൾക്കെതിരെ നടപടി എടുക്കേണ്ടതുമാണ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.